ഇത് പുതു സ്റ്റൈലിൽ ചിന്ന ചിന്ന കലാപരിപാടികളുമായി നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമരയാത്ര വീണ്ടും ഹൈക്കോടതിയിലേക്ക്. വിവിധ വിഷയങ്ങളിൽ നീതി ലഭിക്കുന്നതിനായി ഞങ്ങൾ ഹൈക്കോടതിയുടെ സഹായം തേടിയപ്പോൾ അവർ ഞങ്ങളെ കീഴ്ക്കോടതിയിലൂടെ കറക്കി തിരിച്ച് വർഷങ്ങൾ പാഴായതല്ലാതെ യാതൊരുവിധ പ്രയോജനവും ഉണ്ടായില്ല. ലീഗൽ സർവീസസ് അതോറിറ്റിയും ഗവൺമെൻറ് വക്കീലും ഞങ്ങളെ കൈവിട്ടപ്പോൾ ഞങ്ങളുടെ പരാതികൾ ഹൈക്കോടതി ന്യായാധിപരിലേക്ക് എത്തി എത്രയും വേഗം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സമരം നടത്തിയത്. അസ്ഥിയുടെ തേയ്മാനം കാരണം കൂലിപ്പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എനിക്കിപ്പോൾ. സ്വന്തമായി വീടും സ്ഥലവും ഞങ്ങൾക്കില്ല. വാടക വീട്ടിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനും എൻ്റെ കുട്ടികളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനും ഒരുപാട് പണം എനിക്കാവശ്യമായതിനാൽ ആദ്യപടി എന്നോണം എൻ്റെ ഒരു കിഡ്നി കൊടുക്കുവാൻ ഞാൻ തയ്യാറാണ്. ഒരു നല്ല കാര്യത്തിനായി എൻ്റെ കിഡ്നി കൊടുക്കുമ്പോൾ ശേഷിക്കുന്ന എൻ്റെ ജീവിതകാലം വരെയും വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ എനിക്ക് ജീവിച്ച് മരിക്കാം. ഈ കാര്യത്തിൽ നല്ലവരായ നിങ്ങളേവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്കുണ്ടാകണമെന്ന് വളരെ താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ കിഡ്നി ആവശ്യമുള്ളവർ 96 45 77 22 62 ഈ ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളെക്കുറിച്ച് അറിയണമെന്നുള്ളവർ സ്വാമിനാഥൻ സ്നേഹമല ഫേസ്ബുക്ക്, സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബ് ചാനൽ, സ്നേഹാലയ വേൾഡ് ഫാമിലി ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കാണുക. ഈ വീഡിയോ ഷെയർ ചെയ്ത് ജനകോടികളിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. ഹൈക്കോടതിക്ക് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് 2 തവണ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ജഡ്ജിക്ക് മുൻപിൽ ഹാജരാക്കാതെ പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് 2026 മാർച്ച് 10 ഞങ്ങൾ നിയമസഹായ കേന്ദ്രമായ ഖൽസയുടെ ഓഫീസിൽ ചെന്നപ്പോൾ വീണ്ടും പുലിമടയിൽ അകപ്പെട്ട അവസ്ഥയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഖൽസയുടെ ഓഫീസിനുള്ളിൽ എനിക്കുണ്ടായ അവസ്ഥയെക്കുറിച്ചുള്ള വീഡിയോ ഇപ്രകാരമാണ്. ഹായ്, ഞങ്ങളിപ്പോൾ ഹൈക്കോടതി നിയമസഹായ വേദിയിലെ ഖൽസയുടെ ഓഫീസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ കണ്ടോ, ഞങ്ങളിവിടെ വന്നപ്പോൾ വക്കീലുമാർക്ക് സമയം 2.5 മിനിറ്റുള്ളൊരു വീഡിയോ വരെ ആർക്കും വക്കീലിനെ കാണാൻ സമയമില്ല. വക്കീൽ നമ്മളൊരു വീഡിയോ വെച്ചാലും ഫോൺ വിളിക്കുന്നു, അലസമായി ചോദിക്കുന്നു, പരാതി നോക്കാൻ പോലും സമയമില്ല. പലപ്പോഴും ഞാൻ മാനസികമായി തളരുക. കാരണം ചൂടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ വളരെ ദയനീയമായൊരു അവസ്ഥയാണ്.